എങ്ങനെയുണ്ടാവും വർക്ക്? നന്നായിട്ട് സിൻസിയറായി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സെൻട്രൽ റെയിൽവേയിലായിരുന്നു, ലോക്കോ പൈലറ്റായിരുന്നു. ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു. അപ്പോൾ വീടൊക്കെ കിട്ടിയപ്പോൾ ഇൻറ്റീരിയറിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്താണ് ഇവരുടെ യൂട്യൂബിൽ ഇവരുടെ ഫോട്ടോ ഇതും വർക്കെല്ലാം കണ്ടത്. പിന്നെ ഇവരുടെ വർക്ക് സൈറ്റിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. വർക്ക് കണ്ടപ്പോൾ തരക്കേടില്ല, എല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവരെന്നെ ഏൽപ്പിച്ചത്. തരക്കേടില്ല, നന്നായി ചെയ്യുന്നുണ്ട്, സിൻസിയറായി ചെയ്യുന്നുണ്ട്. വർക്കും ഫിനിഷിങ്ങും ഒക്കെ നന്നായി. എനിക്ക് ഫിനിഷിങ് നന്നായിരിക്കണം എന്നായിരുന്നു. നോക്കുമ്പോൾ നമുക്കൊരു ലുക്ക് ഫിനിഷിങ് ഇൻറ്റീരിയർ നന്നായിരിക്കണ്ടേ പറഞ്ഞിട്ട് അതിനുവേണ്ടി നോക്കി അവരുടെ പല വർക്ക് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. തിരക്കേടില്ല, ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ വർക്കുകൾ എടുക്കാമെന്ന് കൊടുത്തു. കിച്ചണിൻ്റെ വർക്ക് ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞു കണ്ടവരൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ വാൾഡ്രോപ്പിൻ്റെ വർക്ക് ചെയ്തു. തിരക്കില്ല, നന്നായി ചെയ്യുന്നുണ്ട്. ഹുസൈൻ ഫാബ് ഇൻറ്റീരിയേഴ്സ് ചെയ്ത വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചിറ്റലഞ്ചേരിയിൽ അച്യുതൻ സാറിൻ്റെ വീട്ടിൽ ചെയ്ത അലുമിനിയം കൊണ്ടുള്ള വാൾഡ്രോബിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് 1:1 അലുമിനിയം പൗഡർ കോട്ടഡ് പ്രൊഫൈൽ കൊണ്ടുള്ള ഔട്ടർ ഫ്രെയിം വർക്കും ഇതിൻ്റെ അകത്തെ തട്ട് പാർട്ടീഷൻസ് ചെയ്തിരിക്കുന്നത് 8 mm ഹൈ ഡെൻസിറ്റി ഉള്ള മൾട്ടി വുഡ് കൊണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ബാക്ക് പാനൽ ചെയ്തിരിക്കുന്നത് 6 mm മൾട്ടി വുഡ് കൊണ്ടാണ്. 6 mm മൾട്ടി വുഡ് ഒട്ടിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് വിക്കോൾ ബ്രാൻഡിൻ്റെ വെതർ സിലിക്കോൺ പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫ്രെയിമിൻ്റെ ഫിക്സർ ഡോറിനായി ഉപയോഗിച്ചിട്ടുള്ളത് മലബാർ ചാമ്പ്യൻ സ്റ്റീൽ അലുമിനിയം പ്രൊഫൈലും ഇതിൻ്റെ മുൻവശത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ക്രിസ്റ്റൽ ബ്രാൻഡിൻ്റെ കോറൽ റോസ് എന്നുള്ള PVC ലാമിനേഷൻ ഷീറ്റാണ്. ഇതിൻ്റെ പുറകിൽ ഹോം സ്റ്റാറിൻ്റെ വൈറ്റ് തട്ട് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ അലമാരയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിന് അനുപാതമായി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ അലമാര നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ്. സാധാരണ രീതിയിൽ നിന്ന് ഒരടി ഹൈറ്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതായത് 7 ഫീറ്റിൽ നിന്ന് 8 ഫീറ്റിലേക്കുള്ള ട്രാൻസിഷൻ. ഈ അലമാരയുടെ 8 ഫീറ്റിൻ്റെ ഉപയോഗം തികച്ചും വ്യത്യസ്തമാണ്. അതായത് 7 ഫീറ്റിന് മുകളിലുള്ള പൊസിഷൻ ഡെയിലി യൂസബിൾ ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കസ്റ്റമറുടെ താൽപ്പര്യാർത്ഥം ഉൾക്കൊണ്ടാണ് ഈ അലമാര നിർമ്മിച്ചിരിക്കുന്നത്. ഈ അലമാരയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഹൈറ്റ് 8 ഫീറ്റും വീതി 8.25 ഫീറ്റുമാണ്. ഇതിൻ്റെ അകത്തുള്ള ഡെപ്ത് 1.75 ഫീറ്റും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആക്സസറീസിലേക്ക് വരുമ്പോൾ ഡോറിനായി ഉപയോഗിച്ചിട്ടുള്ളത് എക്കോ ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അലമാരയിൽ 3 ഡ്രോവേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോവേഴ്സിലേക്ക് വരുമ്പോൾ സ്ലൈഡേഴ്സ് എല്ലാം എക്കോ ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ക്ലോസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അലമാരയുടെ ഡോറുകളുടെ ലോക്കുകൾ എല്ലാം ഹാഫ്ലി ബ്രാൻഡിൻ്റെയാണ്. ഡോർ ഹാൻഡിലോട്ട് വരുമ്പോൾ ബ്ലാക്ക് ന്യൂ മോഡൽ അലുമിനിയം ഹാൻഡിൽ പ്രൊഫൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അലമാരയെ 5 പോർഷൻസ് ആക്കിയിരിക്കുന്നു. അതിലെ ഒരു പോർഷൻ മാത്രം ഹാങ്ങർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്തായി സ്ലൈഡിംഗ് ഡ്രോവേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. ബാക്കിയുള്ള 4 പോർഷൻസിലും ക്രമാതീതമായി തട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഉള്ള വാൾഡ്രോബാണിത്. ഇത്രയും ഒക്കെയാണ് ഈ വർക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ വർക്കിനെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിനാൽ ഇതുപോലുള്ള അലമാരകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ സർവീസ് പാലക്കാടിന് അകത്തും സമീപ ജില്ലകളായ തൃശ്ശൂർ, കോയമ്പത്തൂർ, പൊള്ളാച്ചി, തിരുപ്പൂർ എന്നിവിടങ്ങളിൽ നിലവിൽ ചെയ്തു വരുന്നു.
മറ്റു സമീപ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് വരുന്ന വർക്കുകൾ സാഹചര്യം പോലെ ഏറ്റെടുക്കുന്നതായിരിക്കും. ഇത്രയും സമയം ഞങ്ങളുടെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.